4000 കിലോ അരിയും 4000 കിലോ ഇറച്ചിയും. ജനങ്ങളുടെ അപൂർവമായ പിന്തുണയാണ് ഇതിനുണ്ടായത്. നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു പിന്തുണ ഇതിനുണ്ടായപ്പോൾ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് മെഗാ ബിരിയാണി ചലഞ്ചാണ്. ഈ ഒരു മെഗാ ബിരിയാണി ചലഞ്ച് നടക്കുന്നത് ചേലാമ്പ്ര പഞ്ചായത്ത് ചേലുപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ്. 35 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ്റെ 2 കിഡ്നിയും പ്രവർത്തനരഹിതമായി 3 വർഷത്തോളമായി ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർമാർ ഇദ്ദേഹത്തിൻ്റെ കിഡ്നി മാറ്റിവെക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. 30 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഈ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഒരു നാട് ഒരുമിച്ച് ഈ ഒരു ഫണ്ട് കണ്ടെത്താനുള്ള ബിരിയാണി ചലഞ്ച്. 4000 കിലോ അരിയും 4000 കിലോ ഇറച്ചിയുമാണ് ഈ ഒരു മെഗാ ബിരിയാണി ചലഞ്ചിൽ ഇവർ വെച്ചിട്ട് ഈ ഒരു ഫണ്ട് കണ്ടെത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. റംസാൻ മാസത്തിലെ 29ാമത്തെ നോമ്പ് പിറന്ന് ഈ ഒരു പന്തലിൽ 500ഓളം വരുന്ന വളണ്ടിയേഴ്സ് കർമ്മനിരതരായിക്കൊണ്ട് ഇതിൻ്റെ ഒരു പരിപാടിയിലാണ്. ഈ ഒരു പന്തലിൽ വ്യത്യസ്തമായ രാഷ്ട്രീയക്കാരുണ്ട്, വിവിധ മതക്കാരുണ്ട്. ഒരു ജീവൻ നിലനിർത്തി മുന്നോട്ട് പോവാനുള്ള ഒരു യുവാവിൻ്റെ ആഗ്രഹത്തിന് പണം തടസ്സമാവരുത് എന്നതുകൊണ്ടാണ് ഒരു നാട് ഇങ്ങനെയൊരു ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. ഓരോ കിലോ ആണ് ഈ ഒരു ബിരിയാണി ചലഞ്ചിൽ ഓർഡർ സ്വീകരിച്ചത്. അത് 2 കിലോ വാങ്ങിയവരുണ്ട്, 3 കിലോ വാങ്ങിയവരുണ്ട്. അങ്ങനെ 4000 കിലോഗ്രാമിൻ്റെ അരിയും 4000 കിലോഗ്രാമിൻ്റെ ഇറച്ചിയും. ഇതിൽ നല്ല പോത്തിറച്ചിയുണ്ട്, കോഴിയിറച്ചിയുണ്ട്, ആടിറച്ചിയുണ്ട്. ഇങ്ങനെ 3 സൈസ് ബിരിയാണികളാണ് ഈ ഒരു ബിരിയാണി ചലഞ്ചിൽ ഇവർ സംഘടിപ്പിച്ചത്. ഇതിലൂടെ ഈ ഒരു സഹോദരന് ചികിത്സിക്കാനുള്ള ഫണ്ട് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് സംഘാടകർ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ആണ്. നമ്മൾ നോമ്പൊക്കെ പിറന്ന് ഒരു 8:30 മണിക്കാണ് ഈ ഒരു ബിരിയാണി ചലഞ്ച് നടക്കുന്ന ഈ ഒരു പന്തലിലെത്തിയത്. നമ്മൾ തിരിച്ചു പോരുന്നത് ഒരു 12:30ക്കാണ്. ഈ 12:30 ആകുമ്പോഴേക്കും ഈ പ്രവർത്തകരൊക്കെ ഉള്ളി വെട്ടിയിട്ടും മുളക് മുറിച്ചിട്ടും അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും. ഞാൻ 12:30ക്ക് വീട്ടിലേക്ക് വരാൻ ഒരുങ്ങുന്ന സമയത്ത് പോലും ഈ ചെമ്പുകളൊന്നും ദമ്മായിട്ടില്ല. അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്, അടിയിൽ തീ പിടിപ്പിക്കാനുള്ള അവസാന ഘട്ടത്തിലാണ്. പിന്നെ എനിക്ക് ഉറക്കം വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഈ പ്രവർത്തകർ അവിടെ കർമ്മനിരതരായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ 4 മണിയാകുമ്പോഴേക്ക് 80ഓളം ചെമ്പിലുള്ള ഒരു ചെമ്പിൽ 50 അരിയും 50 ഇറച്ചിയും അങ്ങനെ 80ഓളം ചെമ്പുകളാണ് ഈ ഒരു 4000 കിലോ ഇവർ വെക്കുന്നത്. 4 മണിയാകുമ്പോഴേക്ക് പാക്കറ്റാക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകും. ഇത് വിതരണം ചെയ്യുന്നത് ഈ പ്രവർത്തകർ ഈ കൂപ്പൺ കൊടുത്ത അതാത് മഹലിലെ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ആ സമയത്ത് അവിടെ ഈ ഒരു ഓർഡർ ചെയ്ത ഈ ഫണ്ട്, ഈ ഒരു ചികിത്സയ്ക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്താൻ വേണ്ടി ഇതുമായി സഹകരിച്ച് ഈ ഒരു ബിരിയാണി ചലഞ്ചിൻ്റെ ഭാഗമായവർക്ക് ഈ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ അന്ന് അതാത് മഹലിലെ പള്ളിയിൽ അവിടേക്ക് എത്തിച്ചു കൊടുക്കും. അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകുന്ന രീതിയിലാണ് സംഘാടകർ ഇത് സംഘടിപ്പിച്ചത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ കാണാം. ഒരു നാട് ഒരുമിച്ചാൽ നമുക്ക് എന്തും മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സഹോദരൻ്റെ ഈ ഒരു ചികിത്സ വിജയകരമായി പൂർത്തീകരിക്കാനും ദീർഘായുസ്സോടുകൂടി കുടുംബത്തോടു കൂടി ജീവിക്കാനും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ഈ ഒരു വലിയ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇതുമായി സഹകരിച്ച ഒട്ടനവധി പേരുണ്ട് കേട്ടോ. ചേലാമ്പ്ര പഞ്ചായത്തിലും മറ്റു അയൽ പഞ്ചായത്തുകളിലും ഒക്കെയുള്ള ഒരുപാട് പേര് ഇങ്ങനെ ഈ ഒരു ബിരിയാണി ചലഞ്ചിൻ്റെ ഭാഗമായവരുണ്ട്. അതുപോലെ രാപ്പകലില്ലാതെ ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന പ്രവർത്തകരുണ്ട്. ചേലാമ്പ്ര പഞ്ചായത്തിലെ 60ഓളം വരുന്ന പണ്ടാരിമാരാണ് ഈ ഒരു ബിരിയാണി ചലഞ്ചിൽ ഇത് പാകം ചെയ്യുന്നത് എന്നുള്ളതാണ്. എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം.
എപ്പോഴാ പോവാ? റിപ്പോർട്ട് ചെയ്ത കൃത്യം 4 മണിക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യം 5 മണിക്ക് ഡെലിവറിക്കായി വാഹനങ്ങൾ ഇവിടെ ചെയ്യാനായി അടിപൊളി ആൾക്കാരുണ്ടല്ലോ. വെക്കില്ലേ ആൾക്കാരുണ്ടോ വേറെ KRS കരയെ ഓർഡർ നൽകി വെക്കുന്നു. അറുപതോളം പട്ടാരിമാർ കൂടിയിട്ടാണ് ഈ സംരംഭം നമ്മൾ ചെയ്യണത്. ഇത് ഇൻഷാ അല്ലാഹ് അള്ളാഹിൻ്റെ അനുഗ്രഹത്തോടു കൂടി വമ്പിച്ച വിജയമാക്കി തീർക്കും. ഇവിടെ നിങ്ങൾ 60ഓളം പണ്ടാരിമാർ എത്ര കിലോ അരി അതുപോലെ എത്ര കിലോ ഇറച്ചി വെക്കുന്നത്? 4000 കിലോ അരി, 4000 കിലോ ഇറച്ചി. അതിൽ 17 കിൻഡല് 1700 കിലോ ബീഫ്, 20 കിൻഡല് ചിക്കന്, 2000 കിലോ ചിക്കന്, അതുപോലെ 300 കിലോ മട്ടൺ. ഇതിപ്പോൾ ഈ പണ്ടാരിമാരിപ്പോൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓൺലി ചേലാമ്പ്ര പഞ്ചായത്ത്. ചേലാമ്പ്ര പഞ്ചായത്തിലുള്ള 60 പണ്ടാരിമാരുടെ നേതൃത്വത്തിലാണോ നടക്കുന്നത്? ആ ശരി. വസതികൾക്കാണ് നേതൃത്വം നൽകണേ പണ്ടാരി അല്ലേ? അപ്പോൾ നമുക്ക് എത്ര മണിയാകുമ്പോഴേക്കും നിങ്ങൾ ഇത് പാക്കറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കും? അത് മാത്രമല്ല ഗഫൂറുണ്ട്, അതുപോലെ മുസ്തഫുണ്ട്, മൻസൂറുണ്ട്, സക്കീറുണ്ട്, അലിയുണ്ട്, എല്ലാ ആളുകളും ഉണ്ട്. ഇത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പെരുന്നാൾ നിസ്കാരത്തിൻ്റെ കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോൾ ഈ ഒരു കൂപ്പൺ എടുത്ത ആൾക്ക്
എത്തിച്ചു കൊടുക്കാനാണല്ലോ. അപ്പോൾ ആ സമയമാകുമ്പോൾ ഇത് സെറ്റാക്കി കൊടുക്കും. 4 മണിക്ക് പാക്കിംഗ് കൊടുക്കും. 4 മണിക്ക് പാക്കിംഗ് കൊടുക്കും. ഇപ്പോഴൊക്കെ ഇവിടെ എത്ര ചെമ്പ് കയറ്റിയിട്ടുണ്ടാവും? ഏകദേശം 80 ചെമ്പ്. 50 കിലോൻ്റെ 80 ചെമ്പ്. 50 കിലോ അരിയും 50 കിലോ ഇറച്ചിയുള്ള 80 ചെമ്പ്. 80 ചെമ്പ് ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇത് അല്ലേ? അപ്പോൾ ഈ പണ്ടായിനോടനുബന്ധിച്ച് അതിനോടനുബന്ധിച്ച് ഒരുപാട് പണിക്കാർ ജോലിക്കാരുണ്ടാവും അല്ലേ? എല്ലാവരും നാട്ടുകാരുടെ ഫുൾ സപ്പോർട്ടുണ്ട്. നമ്മുടെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് 2 കിഡ്നി നഷ്ടപ്പെട്ട സുഹൃത്തിൻ്റെ ചികിത്സാ ചെലവിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ നാട്ടിലെ മുഴുവൻ പരമ്പരയുടെ മുഴുവൻ സഹായവും പ്രത്യേകിച്ച് ഒരുപാട് പ്രവർത്തകർ നാട്ടുകാർ മുഴുവൻ അടങ്ങിയിട്ടാണ് നമ്മളിങ്ങനെ ബിരിയാണി ചലഞ്ച് നടത്തുന്നത്. ഈ പെരുന്നാൾ ഞങ്ങളൊക്കെ ഈ പന്തലിൽ ചിലവഴിച്ച് അവൻ്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്തുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അതിന് ഇപ്പോൾ ഞങ്ങൾക്കിവിടെ കാണാം ഒരുപാട് ആളുകൾ ഈ ഒരു സഹായ മനസ്കരുമായിട്ട് ഏകദേശം 500ഓളം പേരാണ് ഇവിടെ കർമ്മനിരതായ പ്രവർത്തന രംഗത്തുള്ളത്. നമ്മുടെ സുഹൃത്തിന് വേണ്ടിയിട്ട് മുഴുവൻ പണവും നമ്മളിത് കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യമാണ്. ഇത് എത്ര രൂപ വരും ഒരു കിഡ്നി മാറ്റിവെക്കൽ? നിങ്ങൾ എത്ര രൂപയാണ് ഇതുകൊണ്ട്? നമുക്ക് ഓപ്പറേഷനും മറ്റുമായിട്ട് ഏകദേശം 15 ലക്ഷം രൂപ ചിലവ് വരും. ഏകദേശം 3 വർഷമായി ഡയറീസ് തുടങ്ങിയൊരു സുഹൃത്താണ്. 3 വർഷം ഡയറീസ് തുടങ്ങിയത്. അപ്പോൾ 15 ലക്ഷം രൂപ നമുക്കിതിന് ചിലവ് വരുന്നുണ്ട്. അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എല്ലാവരും പിരിവിന് പോരാണ്. അതിനപ്പുറം നമ്മളെല്ലാവരും ഇതിൽ പങ്കാളികളാവും. നാട്ടിലെല്ലാവരും ഇതിൽ പങ്കാളികളാണ്. പിരിവിന് പോകുമ്പോൾ 3-4 ആളുകൾ പിരിവിന് പോകുക എന്നപ്പുറത്തേക്ക് ഒരാളെ സഹായിക്കാനുള്ള മനസ്കത എല്ലാവർക്കും ഉണ്ടാവുക എന്നുള്ള ആ ഒരു പ്രവർത്തനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഭാഗമായിട്ട് നാട്ടിലെ ജനങ്ങൾ മുഴുവൻ ഇതിൽ ഇൻക്ലൂഡാണോ എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ബിരിയാണി ചലഞ്ചുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത്. ഈ ഒരു ബിരിയാണി ചലഞ്ചോട് കൂടി നിങ്ങൾ ഉദ്ദേശിച്ച എമൗണ്ട് അതിലേക്ക് എത്താൻ പറ്റുമോ? അതാവും. നമുക്ക് ആവശ്യമുള്ള പണം ഇപ്പം ആവശ്യമുള്ള സുഹൃത്തിന് വേണ്ട പണമൊക്കെ നമുക്ക് ഇത് ലഭിക്കും. ഒരു 4000 കിലോ അല്ലേ? 4000 കിലോ. നമ്മൾ 2000-2500 കിലോയാണ് പ്രതീക്ഷിച്ചെങ്കിൽ ജനങ്ങളുടെ അപൂർവമായ പിന്തുണയാണ് ഇതിലുണ്ടായത്. നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു പിന്തുണ ഇതിലുണ്ടായപ്പോൾ ഏകദേശം 4000 കിലോ ആയിരിക്കും. 4000 കിലോ അല്ല 5000 കിലോയിലേക്ക് മുകളിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ ഞങ്ങൾ നിർത്തിവെച്ചതാണ്. ഞങ്ങൾ പറഞ്ഞതിൻ്റെ ഒരു ദിവസം ഏകദേശം 1.5 ദിവസം മുമ്പ് നമ്മൾ ഇതിൻ്റെ ഓർഡർ സ്വീകരിക്കുന്നത് വരെ നിർത്തിവെക്കേണ്ടി വന്നു. അത്രത്തോളം പിന്തുണ ജനങ്ങൾ ഇതിൽ തന്നിട്ടുണ്ട്. നല്ലൊരു പിന്തുണ സഹായിക്കാനുള്ള മലയാളിയുടെ മനസ്കത ഇതിൽ നമുക്ക് കാണാനുണ്ട്. ഒരു കഷ്ടപ്പെടുന്നതിന് ഒരു സുഖമില്ലാത്തവന് സഹായിക്കാനുള്ള മനസ്കത എല്ലാവരുടെ ജനങ്ങളുടെ ഇതിൽ നമ്മൾ അനുഭവപ്പെട്ടിട്ടുണ്ട്.